അമ്മയുടെ അനിയത്തിയുണ്ട്. അപ്പം അമ്മയുടെ അനിയത്തി 2019 തുടങ്ങിയ കൃപാസനത്തിൽ വന്ന ഒരാളാണ്. അപ്പോഴേക്കും ഞാൻ പണ്ട് തുടങ്ങിയ എതിരായിരുന്നു. കൃപാസനം തട്ടിപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതല്ലാണ്ട് കൃപാസനത്തിൽ വന്ന ആൾക്കാരോട് വരെ ഞാൻ പറയാറുണ്ട്, കൃപാസനത്തിൽ പോണതിനാ പള്ളിയിൽ മാതാവില്ലേ അവിടെ പ്രാർത്ഥിച്ചാൽ പോരെയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ആൻറ്റി പറഞ്ഞു എന്നോട് കൃപാസനത്തിൽ ഒന്ന് വാ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനതിൽ ഇതാക്കിയില്ല, വിശ്വസിച്ചില്ല. ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു കളഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെയറിലിരിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ പേപ്പർ അവിടെ വെച്ച് എനിക്ക് കിട്ടി. അപ്പോഴേക്കും എനിക്ക് ചെറിയൊരു വിശ്വാസമായി. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അന്ന് ശനിയാഴ്ച ഞാൻ ചെക്ക് ചെയ്തു. അപ്പം എൻ്റെ എല്ലാം നോർമലാണ്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു നമുക്ക് ചൊവ്വാഴ്ചയുള്ള ധ്യാനം നടക്കണേ ഇവിടെ. ചൊവ്വാഴ്ച വന്ന് കൃപാസനത്തിൽ വരാമെന്ന് ഞാൻ കരുതി. പക്ഷേ ശനിയാഴ്ച രാത്രി കിടന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. എൻ്റെ മനസ്സിൽ മൊത്തം ഇങ്ങോട്ട് വന്നം, കൃപാസനത്തിൽ വന്നം എന്നുള്ള ഒറ്റ ചിന്ത എനിക്കുള്ളൂ.